ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AFC ഏഷ്യൻ കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ റൗണ്ട് 2 മത്സരങ്ങളൊക്കെ അവസാനിച്ചു ഇന്ന് റൗണ്ട് 3 മത്സരങ്ങളൊക്കെ ആരംഭിക്കാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സംസാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ സാധ്യതകൾ എങ്ങനെയെന്നൊക്കെ ഉള്ളത് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേർഡ് പ്ലേസിലെത്തിയാലുള്ള സാധ്യതകൾ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റു ഗ്രൂപ്പുകളെ കൂടി വിശകലനം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുപോലെ കഴിഞ്ഞ റൗണ്ട് 1 നമ്മൾ വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതായത് അട്ടിമറികളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇത്തവണ കുറച്ച് അട്ടിമറികളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചില ടീമുകൾ അവരുടെ ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചിട്ടുണ്ട്, ചിലവർ അവരുടെ പുറത്തേക്കുള്ള വാതിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ ഗ്രൂപ്പുകളിലൂടെ ഒന്ന് പോകും. ഗ്രൂപ്പ് എയിലേക്ക് വരുമ്പോൾ ചൈന എഗെയിൻ ഒരു ഡ്രോ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്, എഗെയിൻസ്റ്റ് ലെബനൻ. ആദ്യത്തെ മത്സരം ഒരു തജിക്കിസ്ഥാനെതിരെയും ചൈന ഒരു ഡ്രോ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാമത്തെ മത്സരം ഖത്തർ തജിക്കിസ്ഥാനെ പരാജയപ്പെടുത്തി. പക്ഷേ ജസ്റ്റ് ഒരു 1-0 വിജയം മാത്രമാണ് ഖത്തറിന് സ്വന്തമാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ചൈനയുടെ സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഈ പോയിന്റ് ടേബിൾ എന്ന് പരിശോധിക്കുന്ന ഒരു സമയത്ത് ഗ്രൂപ്പ് എയിൽ ഖത്തർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. അവർ മുന്നോട്ടുള്ള ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. 2 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റാണ് അവർക്കുള്ളത്. ചൈനയ്ക്ക് 2 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റാണുള്ളത്, 2 സമനിലകൾ കിട്ടിയത്. ഇനി തജിക്കിസ്ഥാൻ 2 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റ്, ലെബനന് 2 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് മാച്ചസിലേക്ക് വരുമ്പോൾ ഒരു തേർഡ് പ്ലേസിൽ ഇവിടുന്ന് ഒരു ടീം വരാനുള്ളൊരു സാധ്യത കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രോബബിലിറ്റിയാണ്. അതായത് നെക്സ്റ്റ് മത്സരം ചൈനയും ഖത്തറും തമ്മിലാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഖത്തറിനാണ് ഒരു വിജയ സാധ്യതയുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു റിസൾട്ട് എന്താണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അതായത് താജിക്കിസ്ഥാൻ ലെബനൻ മാച്ച് ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്നാൽ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഈവൻ ഡ്രോ നേടിയാലും ചിലപ്പോൾ 3 പോയിന്റ് കിട്ടും. സോ അങ്ങനെയാണ് വരുന്നതെങ്കിലും ഈ ഒരു തജിക്കിസ്ഥാൻ ലെബനൻ മത്സരം ഒരു ഡ്രോ ആകുന്നതായിരിക്കും ഇന്ത്യയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല റിസൾട്ട് എന്നുള്ളതാണ്. ഇനി ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയ സിറിയ മത്സരം, അതിൽ ഓസ്ട്രേലിയക്ക് ജസ്റ്റ് 1-0 വിജയം മാത്രമേ സിറിയക്കെതിരെ നേടാൻ സാധിച്ചിട്ടുള്ളൂ. സിറിയ നല്ലൊരു ഫൈറ്റാണ് ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനോട് കൊടുത്തതെന്ന പോലെ ഓസ്ട്രേലിയ മത്സരത്തിലും കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഇന്ത്യ ഭയപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ മത്സരം ഇന്ത്യയുടെ മത്സരം ഉസ്ബെക്കിസ്ഥാനെതിരെ 3-0ക്കാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഓസ്ട്രേലിയ അവരുടെ ഒരു മുന്നോട്ടുള്ള യാത്ര ഉറപ്പിച്ചു കഴിഞ്ഞു. ഉസ്ബെക്കിസ്ഥാനും ഏതാണ്ട് മുന്നോട്ട് പോകും എന്നുള്ള നിലയ്ക്കാണുള്ളത്. ഇനി വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കണം അവർ പുറത്തു പോകണം. ഇവൻ തേർഡ് പ്ലേസ് ആയിട്ടാണെങ്കിൽ പോലും അവർക്ക് സാധ്യതകളുണ്ട്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരം വിജയിക്കുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റ് ഗ്രൂപ്പുകളിലെ കാര്യങ്ങൾ കൂടി നോക്കുക എന്നുള്ളത്. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ UAEയും പലസ്തീനും തമ്മിൽ നടന്ന മത്സരം ഒരു ഡ്രോ ആയി. പലസ്തീൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ അവർ ഏത് സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്, എന്നിട്ട് അവർക്ക് ആ ഒരു ഫൈറ്റ് ഈ ടൂർണമെൻറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. UAE പോലൊരു ടീമിനെതിരെ അവർക്കൊരു ഡ്രോ നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഹോങ്കോങ് ഈ ഒരു മത്സരത്തിൽ ഇറാനെതിരെ കളിച്ചത് ജസ്റ്റ് 1-0ക്ക് മാത്രമുള്ള തോൽവിയാണ്. അവർക്ക് ഹോങ്കോങ് ഏത് ഇതിൽ കിടക്കുന്നതാണ്, ഇറാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് കൺട്രിയാണ്. പക്ഷേ അവർക്ക് ആ ഒരു ജസ്റ്റ് 1 ഗോൾ മാത്രമേ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് ഇറാൻ തന്നെയാണ് മുന്നിൽ. 2 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റോടെ അവർ ഏതാണ്ട് മുന്നോട്ടുള്ള യാത്ര ഉറപ്പിച്ചു കഴിഞ്ഞു. UAE 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റാണ്. ഇപ്പം പലസ്തീന് 2 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റും, ഹോങ്കോങ്ങിന് 2 മത്സരങ്ങളിൽ നിന്ന് പോയിന്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഗ്രൂപ്പിലൊരു സാധ്യത എന്ന് പറയുന്നത് പലസ്തീൻ ഹോങ്കോങ് മത്സരമാണ് അടുത്തത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിലൊരു ഡ്രോ ആണെങ്കിൽ 2 ടീമുകൾക്കും നോക്കിയാലും ഒരു ടീമിന് 2 പോയിന്റും, മറ്റേ ഇപ്പം ഹോങ്കോങ്ങിനാണ് 1 പോയിന്റും ഒക്കെ മാക്സിമം കിട്ടത്തുള്ളൂ. അപ്പം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളൊരു റിസൾട്ടാണ് അവിടെ വരുന്നതെങ്കിൽ, അതായത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലെ ഇവരെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ റിസൾട്ട് വരണം. ഈ ഗ്രൂപ്പ് ഡി, ഇവിടെയാണ് പ്രധാന അട്ടിമറി നടന്നത്. അതായത് ഇറാഖ് ജപ്പാനെ 2-1 പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. ജപ്പാൻ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് ഇരുന്നത്. 2-0ക്കൊക്കെ മുന്നിൽ നിന്നാണ്, പിന്നാണ് ജപ്പാൻ ഒരു ഗോൾ അടിച്ചത്. ഏതായാലും ഇറാഖ് ഇതോടുകൂടി മുന്നോട്ടുള്ള യാത്ര ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ജപ്പാനാണ് ഒരു അടുത്ത മത്സരം വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്തോനേഷ്യക്കെതിരെയാണ് കളിക്കേണ്ടത്. എന്നാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യോനേഷ്യ വിയറ്റ്നാമിനെ പരാജയപ്പെടുത്തി 1-0 എന്ന ഗോളിൽ. അതായത് വിയറ്റ്നാം വളരെ ഒരു മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വന്നിരുന്ന ടീമാണ് ഈ ഒരു AFC ഏഷ്യൻ കപ്പിൽ. പക്ഷേ ഇന്തോനേഷ്യയെ വിയറ്റ്നാം പരാജയപ്പെടുത്തി വിയറ്റ്നാം അങ്ങനെ ഈ ഒരു ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താകുന്ന ആദ്യത്തെ ഒരു ടീമുമായി മാറി എന്നുള്ളതാണ്. ഏതായാലും ഇനി ഇന്ത്യക്ക് ഒരു ഗ്രൂപ്പിൽ ഒരു അനുകൂലമായിട്ടുള്ള റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാം ഇറാഖ് മത്സരം വിടാം. പക്ഷേ ഇന്തോനേഷ്യയും ജപ്പാനും തമ്മിൽ നടക്കുന്ന ഒരു മത്സരം, ആ ഒരു മത്സരത്തിൽ ജപ്പാൻ ഒരു നല്ല ഗോൾ മാർജിൻ, അതായത് ഒരു 4 ഗോളെങ്കിലും നേടിയിട്ടുള്ളൊരു മത്സരം, അതായത് 4-0 എന്നുള്ള ലെവലിലെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആ മറ്റേ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ഇവരെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഇയിലേക്ക് വരുന്നൊരു സമയത്ത് ജോർദനും സൗത്ത് കൊറിയയും തമ്മിൽ നടന്ന മത്സരം ഒരു 2-2 ഡ്രോ ആണ്. സൗത്ത് കൊറിയയെ ജോർദൻ ഡ്രോയിൽ കുടുക്കിയത്. ഏതായാലും ഈ ഒരു ആരും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടായിരുന്നു. അതുപോലെ ബഹ്റൈൻ മലേഷ്യ മത്സരം ലാസ്റ്റ് മിനിറ്റ് ഗോളിലാണ് ബഹ്റൈൻ വിജയിച്ചത്. 90 മിനിറ്റുകളൊക്കെ കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലാണ് ആ ഒരു ഗോൾ വരുന്നത്. ആ ഒരു മത്സരം സമനിലയായിരുന്നെങ്കിൽ ഒരു വലിയൊരു ആശ്വാസം എന്നുള്ള നിലയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അവസാനം
ബഹ്റൈൻ. പണ്ട് നമുക്ക് ഇന്ത്യക്കെതിരെ ഇതേപോലെയാണ്, അവസാന നിമിഷമാണ് ഒരു ഗോൾ അടിച്ചത്, അതേപോലത്തെ ഒരു ഗോളാണ് വന്നത്. അന്ന് പെനാൽറ്റിയാണ്, ഇന്നൊരു ഓപ്പൺ പ്ലേ തന്നെ വന്നിട്ടുള്ളൊരു ഗോളാണ്. അപ്പം അതോടുകൂടി എനിക്ക് ഈ ഒരു ഗ്രൂപ്പ് ഇയിൽ ഇന്ത്യക്ക് ഒരു അനുകൂലമായിട്ടുള്ള റിസൾട്ട് വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വന്നേക്കാം, പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ്. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന മത്സരം ജോർദനും ബഹ്റിനുമാണ്. അവർ ഫിഫ റാങ്കിങ്ങിൽ തൊട്ടടുത്ത് കിടക്കുന്ന 2 രാജ്യങ്ങളാണ്. ആ റിസൾട്ട് എന്ത് വേണേലും ആകാം. ഇവൻ ഡ്രോ ആയാൽ പോലും ഇന്ത്യയുടെ സാധ്യതകൾ നശിക്കും. പിന്നെ സൗത്ത് കൊറിയ മലേഷ്യ മത്സരമാണ്. അതിൻ്റെ ഒരു പ്രസക്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലേഷ്യ ജയിക്കാനുള്ള സാധ്യത സൗത്ത് കൊറിയക്കെതിരെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ അത്ര കീനായിട്ട് ഫോളോ ചെയ്യേണ്ട, നമുക്ക് മറ്റു ഗ്രൂപ്പുകൾ നോക്കാമെന്നുള്ളതാണ്. ഇനി ഗ്രൂപ്പ് എഫിലേക്ക് വരുന്ന സമയത്ത് ഒമാനും തായ്ലൻഡും തമ്മിൽ നടന്ന മത്സരം ഒരു ഡ്രോ ആയി. അതുപോലെ തന്നെ സൗദി വിജയിച്ചു കിർഗിസ്ഥാനെതിരെ. പക്ഷേ ഈ ഒരു കാര്യത്തോടുകൂടി സൗദി ഏതാണ്ട് മുന്നോട്ടുള്ള യാത്ര ഉറപ്പിച്ചു. തായ്ലൻഡിനാണ് ഒരു ആനുകൂല്യം കിട്ടുന്നത്. അവർ മിക്കവാറും മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത, ഇവൻ ഒരു 3rd പ്ലേസ് ടീം എന്ന നിലയിലെങ്കിലും. എന്നാൽ ഇപ്പോൾ ഒമാന് അവസാന മത്സരം വളരെ നിർണായകമാകും. കാരണം ഒമാൻ ഒരു സ്ട്രോങ് കണ്ടൻഡറായിട്ട് നിന്നെയാണ്. പക്ഷേ അവർക്ക് വിജയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇപ്പം ഒമാൻ വേഴ്സസ് കിർഗിസ്ഥാൻ മത്സരം അവർ വിജയിച്ചാലേ അവർ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ ഈ ഒരു മത്സരം സമനിലയാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു 3rd പ്ലേസ് ടീം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗൈസ്, അതാണ് 6 ഗ്രൂപ്പുകളിൽ നിന്ന് 4 3rd പ്ലേസ് ടീമിനാണ് അടുത്ത റൗണ്ടിലേക്കുള്ളൊരു പ്രവേശനമുള്ളത്. അപ്പം ഇന്ത്യക്ക് ചാൻസസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞാൽ ചാൻസസ് ഹൈ എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഇനി പറഞ്ഞ മറ്റു ഗ്രൂപ്പുകളിലെ റിസൾട്ടുകൾ ഉറപ്പായിട്ടും ഫേവറബിൾ ആകണം. പക്ഷേ പ്രോബബിലിറ്റി ഒക്കെ വെച്ചിട്ട് ആ ഒരു ഫേവറബിൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ ശരിയായേക്കാം. പക്ഷേ ഇന്ത്യക്ക് ജയിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അത് നേടിയെടുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ ആ ഒരു ശ്രീയ മത്സരത്തിന് വേണ്ടി ആരുവിൻ്റെ മാച്ച് പ്രിവ്യൂ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. ഈ ഒരു റൗണ്ട് 2 മത്സരങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു സമയത്ത് 2 താരങ്ങളാണ് 3 ഗോളുകൾ അടിച്ച് മുന്നിൽ നിൽക്കുന്നത്. ഇറാഖിൻ്റെ അയ്മൻ ഹുസൈനും അതുപോലെ അക്രം അഫീഫ് ഖത്തറിൻ്റെ താരവുമാണ്. ഇവരാണ് നിലവിലെ ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിലുള്ളത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൂപ്പ് സ്റ്റേജിലെ റൗണ്ട് 2 മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു അവസ്ഥ. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമൻസ് ഇടുമ്പോൾ കാണിക്കുകയാണെന്ന് സനിയ.